ഹലോ അസ്സലാമു അലൈക്കും. അപ്പോൾ മക്കളെ ഇന്ന് ഒരുപാട് പേരുണ്ട്. നമ്മൾ ഷിയാബൊക്കെ ഉണ്ട്, പിന്നെ അൻവർ ഷാനു, ബിലാൽ ഷാനു, താഹിർ. അപ്പം നമ്മളെ എഞ്ചിനീയർ അക്ബർ ഖാൻ്റെ ലാവിറ്റോ എന്ന് പറഞ്ഞ പുതിയ സ്ഥാപനത്തിൻ്റെ ഇനാഗുറേഷന് വേണ്ടി ഇറങ്ങിയിരിക്കുകയാണ്. എവിടെയുള്ള കറക്റ്റ് സ്പേസ് പൂക്കാട്ടിരി വളാഞ്ചേരി. പൂക്കാട്ടിരി വളാഞ്ചേരിയാണ്. എന്തായാലും ഇൻഷാ അല്ലാഹ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ബാക്കിയുള്ള പരിപാടികളൊക്കെ കാണാം. അങ്ങനെ മക്കളെ, നമ്മൾ ഉദ്ഘാടനത്തിന് ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൺ വോയിസ് ആണ് കൊടുക്കുന്നത്. കാരണം എന്താ വെച്ചാൽ നല്ല വോയിസ് പുറത്തുനിന്ന് വരുന്നുണ്ട്. അതായത് വണ്ടിയുടെയും എല്ലാത്തിൻ്റെയും സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഇത് കറക്റ്റ് സ്പോട്ട് എവിടെയെന്ന് വരുന്നത് വെച്ചാൽ നമ്മൾ പൂക്കാട്ടിരി വളാഞ്ചേരി പൂക്കാട്ടിരി ഉണ്ട്. നമ്മളെ വീടിൻ്റെയൊക്കെ വർക്ക് ചെയ്യുന്ന അക്ബർ ഖാൻ്റെ പുതിയ സ്ഥാപനം ഉണ്ടല്ലോ, ലാവിറ്റോ. ഓക്കെ, അപ്പോൾ എന്തായാലും അത്യാവശ്യം ആളുകളുണ്ട്. ഇത് മാത്രമല്ല അതിൻ്റെ അപ്പുറത്ത് വേറൊരു ഷോപ്പും കൂടെ ഒന്ന് ഉദ്ഘാടനം ഉണ്ട് തോന്നുന്നുണ്ട് കേട്ടോ. അങ്ങനെ എന്തായാലും നമ്മൾ ഉള്ളിലോട്ടൊക്കെ കയറി സ്ഥാപനമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി പോവുകയാണ്. നമ്മുടെ ഉദ്ഘാടനം എല്ലാം കഴിഞ്ഞത് അക്ബർക്ക്. എന്താണ്, എങ്ങനെ ഉണ്ടായിരുന്നു? അടിപൊളി. ഷോപ്പ് എങ്ങനെ ഉണ്ട്? ടെക്സ്റ്റർ വർക്കാണ്, സിമെന്റ് ടെക്സ്റ്റർ ആണ്. ഒരുപാട് ക്രൗഡ് ഉള്ളതുകൊണ്ട് ഇൻഷാ അല്ലാഹ് ഞാൻ സിനുവിനും കൂട്ടിയിട്ട് ഞാൻ വന്നിട്ട് നമുക്ക് ഇതിന്റെ ഡീറ്റെയിൽ നമ്മളെ വീടിന്റെ പ്ലാനൊക്കെ നമുക്ക് ഇവിടുന്ന് സെറ്റ് ചെയ്യണ മാതിരി കാണിക്കാം. പ്ലാൻ അല്ലല്ലോ, 3D. അതായത് എവിടെ എന്തൊക്കെയാ വെക്കേണ്ടത് ഉണ്ടോ, ഇതൊക്കെ ഇവര് കസ്റ്റമൈസ് ചെയ്താണ്. ഇത് GI പൈപ്പാണ്, കണ്ടാ പൈപ്പല്ല, കസ്റ്റമൈസ് ചെയ്താണ്. നല്ല രസത്തിലാണ്, എല്ലാം ഭംഗിയിൽ ചെയ്തിരിക്കണല്ലേ. ഇത് നാച്ചുറലാണ്. എനിക്കൊരു ചെറിയൊരു ഷെയ്ഡ് ലൈറ്റൊക്കെ കൊടുത്ത് നമ്മളെ വീട്ടിൽ കൊടുത്ത് അതേ ഇഷ്ടികയുടെ കയ്യിൽ കൊടുത്ത്, പിന്നെ അത് ഓഫീസാണ് തോന്നുന്നുണ്ട്. അവരെ ലാവിറ്റോ എന്നുള്ള ബോർഡ്. എന്തായാലും എത്ര സമൂസ? 3 1.5 എന്താ ജിമ്മിന്
വയറൊക്കെ കൂടിയിട്ടൊക്കെ ചാടി ഓഫീസ് റൂം നല്ല അടിപൊളി സെറ്റിങ്സ് ഒക്കെ ചെയ്തിട്ടുള്ള പിന്നെ അതുപോലെ സ്റ്റാഫ് റൂം സ്റ്റാഫിന് വർക്ക് ചെയ്യാനുള്ള നല്ല പ്ലാൻസ് ഇതൊക്കെ ഇന്നലെ നൈറ്റ് ചെയ്താണ്. നമ്മൾ ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ ഷിഹാബുഖാൻ്റെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഇത് പണ്ട് ഒരു 5 കൊല്ലം മുമ്പ് ഞാൻ ആ ടെറസിൻ്റെ മുകളിൽ കയറിയിട്ടുണ്ട് അല്ലേ, ഒരു ഇന്റർവ്യൂ എടുത്തിട്ട് നമ്മള്. പിന്നെ നമ്മളെ ഈ നമ്പറും ആ നമ്പറും കാണിച്ചു. അതാ വണ്ടി നമ്പർ വരുന്നേ KL 51N776. ഷിഹാബുഖാൻ്റെ വണ്ടി നമ്പർ ഏതാ? കറക്റ്റ് ടൈമിങ്ങിന് വരുന്നുണ്ട്. KL 55 AH 7786. ഷാനുവിന്റെ വണ്ടി 4786. ശേഷമാണ് നമുക്ക് എന്ത് ചെയ്യണത് അറിയുന്നത്, നമ്മൾ രണ്ടാമത് ഒന്നാന്നുള്ളത്. ഇബ്ബാനാണ് ഇബ്ബാന പറഞ്ഞ കേൾക്കുന്നത്. അതാ പച്ചതാ മറ്റാള്. ഇത് ശരിക്ക് 2-3 വർഷം മുന്നേ ഈ കൂടി ഞങ്ങൾ അതിന് വേണ്ടി ഇവിടെ പെരവിട്ടുണ്ടാക്കിയതാണ്. പക്ഷെ അന്ന് എന്ത് ചെയ്തില്ല, കൊറോണ വന്നപ്പോ ഇത് 30,000-40,000 കൈ സാധനത്തിന്. പിന്നെ അതിനെ പിടിക്ക് നോക്കട്ടെ. ചെറുതായിരുന്നു, അതിന് വരുന്നില്ല. അടിക്കും പോന്തിനൊക്കെ എന്താ വില വെച്ചിട്ടാ ഷാനു? നമ്മളൊക്കെ നമ്മുടെ നാട്ടിൽ ഓടിക്കല 30,000 രൂപ. എലിനെയൊക്കെ വളർത്തുന്ന ആൾക്കാരുണ്ട്. പക്ഷെ ഇത് നമ്മള് ചെറിയ കുട്ടീനെ മേടിച്ചതാട്ടോ, അന്ന് 10,000 രൂപ. ഇതിന് വില കൂടിയിട്ടുണ്ടാവും. അത് ഇപ്പൊ ഞാൻ മിഞ്ഞാന്ന് ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞ് വെള്ളിയാഴ്ച പള്ളിക്കൊക്കെ പോയി നമ്മൾ എന്താക്കി, നല്ല മാമുങ്ങാണ്, നല്ല ബിരിയാണി ലഗോൺ കോഴിയാണ് കേട്ടോ. അതായത് എന്തായാലും പറയാ, ബോയിലറല്ല, ഓക്കെ, വളാഞ്ചേരി തന്നെയാണ്. ഈ കടയിൽ നമ്മൾ പണ്ട് ചക്കരക്ക് കല്യാണത്തിന് ഇവിടുന്ന് ബുക്ക് ചെയ്യണമെന്ന് വിചാരിച്ചാണ്. പക്ഷെ നമുക്ക് എന്തായാലും നമ്മളെ സൗകര്യം നോക്കി നമ്മൾ വീണ്ടും നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ബുക്ക് ചെയ്തു. ഓക്കെ, അപ്പം എന്തായാലും ഇനാഗുറേഷനൊക്കെ കഴിഞ്ഞൊക്കെ ഭംഗിയായിട്ടുണ്ടാവും. ഇൻഷാല്ലാ നമുക്ക് ഇനി അവർക്ക് ഒഴിഞ്ഞിട്ട് പോകണം. അവിടെ നിന്ന് നമുക്ക് 3D കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യണം. എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പ് ആക്കുന്നു.